ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രബോസും സുസ്മിതയൊക്കെ എനിക്കത്രയും വേണ്ടപ്പെട്ടവരല്ലേ ജോൺ? അപ്പോ അവരെ പോലുള്ളവർ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു VIP ഫംഗ്ഷൻ ആയിരിക്കില്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി വൈറൽ ആയിരിക്കില്ലേ? ഞാൻ ജോൺ എബ്രഹാം. മാഡം ലീവിലായിരുന്നപ്പോൾ എനിക്കായിരുന്നു ചാർജ്. താങ്ക്സ് ജോൺ. എന്റെ ഒരു കുറവറിയിക്കാതെ ADM ജോൺ എബ്രഹാം വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചുവെന്ന് അനു പറഞ്ഞു ഞാൻ അറിഞ്ഞു. പിന്നെ എനിക്കിപ്പോ തന്ന സ്വീകരണത്തിനും ഒരുപാട് നന്ദി. എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്ത് ഒപ്പിച്ചു വെച്ചെന്നേ പറയാനൊക്കൂ. ഇത്രയും എക്സ്പീരിയൻസ് ആയ ഒരാളുടെ ജോലികള് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് നഷ്ടമായ ദിനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വിധി എന്നെ കുറച്ച് ദിവസത്തേക്ക് തകർത്ത് കളഞ്ഞില്ലേ? എനിവേ, ആ നഷ്ടപ്പെട്ട ദിനങ്ങൾക്ക് പകരമായി ഇനി വരുന്ന ദിനങ്ങളെല്ലാം മാഡത്തിന് സന്തോഷവും അതിലുപരി സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഡത്തിന്റെ തിരിച്ചുവരവ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം. അപ്പോ സ്വീകരണ ചടങ്ങെല്ലാം മനോഹരമായി. ഇനി എല്ലാവർക്കും അവരുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. മിസ്റ്റർ ജോൺ, മാഡം ഒരു മിനിറ്റ്. ജോൺ നല്ലൊരു കോർഡിനേറ്റർ കൂടിയാണ്. മനോഹരമായി ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താങ്ക്സ് മാഡം. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ഓ ഗുഡ്. രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു ജോണിന് ചേർന്നതും. എങ്കിൽ ഇതിൽ കൂടുതൽ ശോഭിക്കായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. 1 മിനിറ്റ്. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിന്റെ ഫയലിംഗ് എടുക്ക്. ശരി മാഡം. എന്തിനാ എനിക്കിപ്പോ ഈ ഫയല് ചോദിച്ചിരിക്കുന്നത്? ലേലത്തിന് പിന്നിലെ കൂട്ടുകെട്ട് ബിസിനസ് വല്ലതും മാഡം അറിഞ്ഞു കാണുമോ? അതോ എന്റെ ഈ കേസിലെ ഇൻവോൾവ്മെന്റ് ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാവോ? എന്തായാലും നിൽക്കാൻ പറഞ്ഞത് നല്ലതിനായിരിക്കില്ല. ചോദ്യങ്ങളുണ്ടാവും. ഏത് രീതിയിലായാലും കാര്യങ്ങൾ ഫേസ് ടു ഫേസ് നേരിടേണ്ടിയിരിക്കുന്നു. ജോൺ ഇരിക്കെ. സർക്കാരിന്റെ ഖജനാവിലേക്ക് ബൾക്കായി വന്നു ചേരേണ്ട ലേലത്തുക എന്തുകൊണ്ടാണ് അത്രയും ചെറിയൊരു എമൗണ്ടിലേക്ക് ഉറപ്പിക്കേണ്ടി വന്നത്? സർക്കാർ ലേലമല്ലേ, ബഹുജന പങ്കാളിത്തം കുറവായിരുന്നു. അതാ. കുറവായതോ അതോ മനഃപൂർവ്വം കുറവാക്കിയതോ? മാഡം എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കാണെന്ന് തോന്നുന്നു. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു പേഴ്സണൽ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ACP ചന്ദ്രബോസും മുൻ മേയർ സുസ്മിതയുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ് അല്ലേ? സൗഹൃദമാണോന്ന് ചോദിച്ചാ നല്ല സൗഹൃദമാണ്. മാത്രമല്ല, ചന്ദ്രബോസിന്റെ ഒരു കസിൻ സിസ്റ്ററെ വിവാഹം കഴിച്ചിരിക്കുന്നത് ജോണിന്റെ ഒരു കസിൻ ബ്രദറാണ് അല്ലേ? ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന രീതിയിൽ അന്നതൊരു വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ നിങ്ങൾ ഇടപെട്ടിട്ടാണ് അതൊരു നിലയിലേക്ക് ആക്കിയത് അല്ലേ? കഴിഞ്ഞ ഓഗസ്റ്റ് 12-നോ 13-നോ ആയിരുന്നു വിവാഹം, ശരിയല്ലേ? ഈശ്വര, ഇവളെന്റെ എല്ലാ ഗ്രഹനിലയും അരിച്ചു കുറിക്കിട്ടിരിക്കുകയാണല്ലോ. ജോൺ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? 12-നോ 13-നോ ഏത് ദിവസമായിരുന്നു വിവാഹം? 12-നായിരുന്നു മാഡം. അതെ, 12-നായിരുന്നു. അതിനുശേഷം
ചെക്കനെയും പെണ്ണിനെയും കൊണ്ട് ആലപ്പുഴ പുന്നമട കായലിലൂടെ നിങ്ങളൊരു ബോട്ടിങ്ങും സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഫേസ്ബുക്കിലും ഇട്ടിരുന്നു. ഇതെല്ലാം ഒരു വർഷം മുമ്പാണ്. മാഡം ഇതൊക്കെ ചന്ദ്രബോസും സുസ്മിതയൊക്കെ എനിക്കത്രയും വേണ്ടപ്പെട്ടവരല്ലേ ജോൺ? അപ്പോ അവരെ പോലുള്ളവർ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു VIP ഫംഗ്ഷൻ ആയിരിക്കില്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി വൈറലായിരിക്കില്ലേ? അന്ന് ഒട്ടും പ്രശസ്തനല്ലാത്ത ജോൺ എബ്രഹാമും എന്റെ ശ്രദ്ധയിൽപ്പെടാമെങ്കിൽ അവര് ശരിക്കും VIP തന്നെയാണ്, നാടറിയേണ്ടവരും. എനിവേ, എന്റെ അഭാവം വലിയൊരു പോരായ്മയായി തോന്നാത്ത വിധം ഇവിടത്തെ കാര്യങ്ങൾ നേരാവണ്ണം നടത്തി എന്റെ ജോലിഭാരം കുറച്ചു തന്നതിന് വലിയൊരു നന്ദി അറിയിക്കുക. ഓക്കെ ജോൺ, യു മേ ഗോ. ഓക്കെ മാഡം. കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. മാഡം, സംഗതി കത്തിയിട്ടുണ്ട്. ഇതിപ്പോ തന്നെ പോകേണ്ട അടുത്തേക്ക് പോവും, വിത്തിൻ സെക്കൻഡ്സ്. എന്താണ് സാർ, ഝാൻസി റാണി കസേരയിൽ വന്നിരുന്നോ? ഇരിക്കുക മാത്രമല്ല, ഒന്ന് വിറപ്പിക്കുകയും ചെയ്തു. ഓ, പഴയതൊക്കെ പൊടി തട്ടിയെടുത്ത് നമ്മൾ എല്ലാവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും പരപ്പും വരെ ചോദിച്ചറിയുകയും ചെയ്തു. അപ്പൊ കാടടച്ചുള്ള വെടിവെപ്പാണ് അല്ലേ? ലേലത്തിന്റെ ക്രമക്കേടുകളെ കുറിച്ചൊക്കെ ചോദിച്ചു. പിന്നെ എന്നെ കുറിച്ച് വ്യക്തമായി ചെകഞ്ഞിട്ട് തന്നെയാ അവര് വന്നിരിക്കുന്നത്. അതെനിക്ക് അവര് വ്യക്തമായി മനസ്സിലാക്കി തരുകയും ചെയ്തു. അപ്പൊ അവള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അതെ, ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. ഈ കസേരയിൽ ഇനി അവരിരുന്ന നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളി. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കൊരു കൂച്ചുവിലം കിടണം. സ്വയം പൊട്ടിച്ച് പുറത്തു ചാടാൻ പറ്റാത്തൊരു വിലങ്ങ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൊട്ടാരം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും. ഈ സ്ഥാനത്ത് നിന്ന് കുറച്ചു നാളത്തേക്ക് ഇവരെ മാറ്റി നിർത്തിയേ പറ്റൂ. എന്തായാലും ഇന്നവള് വന്ന് ഇരുന്നതല്ലേ ഉള്ളൂ. ആ കസേരയിൽ അവൾ അമർന്നിരിക്കുന്നതിന് മുമ്പ് അവളെ അവിടെ ഇറക്കി നിർത്താനുള്ള വഴി തെളിഞ്ഞു വരും. ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ കളിയാ. കോടികൾ വെള്ളത്തിലാവുന്ന കളി. അതിനൊരു വഴി കണ്ടുപിടിച്ചിരിക്കും. സാർ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക. ശരി, എനിക്ക് നിങ്ങളെ വിശ്വാസം. എന്റെ ശാലിനി, നിനക്കുള്ള പണി നീ തന്നെ തേടുകയാണല്ലോ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ.